അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ബാക്കിലൊരു വർക്ക് എടുക്കണ കണ്ടില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാട്ടോ. എന്താ വിഷയം എന്നറിയോ? പള്ളിക്കൽ പഞ്ചായത്തിലെ 8-ാം വാർഡിലും 10-ാം വാർഡിലും വർഷങ്ങളോളമായിട്ട്, ഏകദേശം 10-20 വർഷമായിട്ട് വോൾട്ടേജ് ക്ഷാമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൂടുകാലത്തൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ശാശ്വത പരിഹാരമായിട്ട് ഇതാ ഞങ്ങളെ നാട്ടിൽ കുട്ടിങ്ങൾ പള്ളിൻ്റെ നേരെ മുന്നിൽ നമ്മുടെ നാസർ മീൻ കച്ചവടം ചെയ്തിരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് തൽക്കാലം നാസറിൻ്റെ ഷെഡ് കുറച്ച് പുറത്തേക്ക് മാറ്റിയിട്ടാണെങ്കിലും അവിടെ ഞങ്ങൾ അപ്പോൾ നമ്മുടെ മൂയ്യൻ നാസർ മീൻ കച്ചവടം ചെയ്തിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ നാസറിൻ്റെ മീൻ കച്ചവടം നമ്മൾ തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ട്രാൻസ്ഫോമറിൻ്റെ സ്ഥലം ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിന് ആരൊക്കെ പ്രവർത്തിച്ചാണ്, ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പ്രവർത്തിച്ചവർക്കും പഠിച്ചവർക്കും അറിയാം. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം കുറേ ദിവസമായിട്ട് നമ്മുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ വിവാദങ്ങളും ചർച്ചകളൊക്കെ വന്നതാണ്. ഏതായാലും ഇതിനിപ്പോൾ കേന്ദ്രത്തിൻ്റെതായാലും കേരളത്തിൻ്റെതായാലും ജില്ലേൻ്റെതായാലും പഞ്ചായത്തിൻ്റെതായാലും ആരുടെയായാലും വേണ്ടിയില്ല, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ട്രാൻസ്ഫോമർ പാസ്സാക്കി തന്നതിന് ഞങ്ങളെ നാട്ടുകാരുടെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഏതായാലും ഇവിടെ ട്രാൻസ്ഫോമർ വരുന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള വോൾട്ടേജ് ക്ഷാമം കുറേയൊക്കെ പരിഹരിച്ചു പോകും. കാരണം ഇത് 2 വാർഡിൻ്റെ നടുക്കാണ്, ഈ റോഡിൻ്റെ നടുക്കായിട്ട് വരികയാണ്. ഇനിയിപ്പം വോൾട്ടേജ് ഇല്ലാത്തൊരു പ്രശ്നം ഇവിടെ വരില്ല. ഈ ഒരു ട്രാൻസ്ഫോമർ ഉൾപ്പെടെ വേറെയും 3 കൂടെ, അപ്പോൾ അതായത് ടോട്ടൽ 4 ട്രാൻസ്ഫോമറാണ് നമ്മളെ നാട്ടിൽ പാസ്സായത്. ഈ 4 കൂടെ വന്നാൽ നമ്മളെ നാട്ടിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കും. ഏതായാലും വിവാദങ്ങൾക്കൊന്നും നമ്മൾ മുതിരുന്നില്ല. ഇതിന് പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചത്, ഇനിയിപ്പോൾ വാർഡ് മെമ്പറാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ജില്ലാ പഞ്ചായത്തോ കേന്ദ്രമോ കേരളമോ ആരായാലും വേണ്ടിയില്ല, അവർക്കൊക്കെ ഞങ്ങളെ നാടിൻ്റെ നന്ദി അറിയിക്കുകയാണ്.